ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പോച്ച്ഡ് എഗ് സ്റ്റൂ ആണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞാനും എൻ്റെ കസിനും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിടയായി. അപ്പവും ഈ സ്റ്റൂ ആണ് കഴിച്ചത്. എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ? ഷെഫിനോട് ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാൻ തന്നെ ഒരു പോച്ച്ഡ് എഗ് സ്റ്റൂ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിത് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കണ്ടു നോക്കാം. എഗ് പോച്ച് സ്റ്റൂ ഉണ്ടാക്കുന്നതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 മുട്ടയും ഒന്ന് പോച്ച് ചെയ്തെടുക്കണം. മുട്ട പോച്ച് ചെയ്യുന്നതിന് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഈ തിളച്ച വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പം ഒരു സ്പൂൺ കൊണ്ട് നമ്മളതൊന്ന് റൗണ്ടായിട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരും. നമ്മൾ മുട്ട ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് വരാൻ വേണ്ടിയാണ്. നമുക്കിനി മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് വേണമെങ്കിലും നമുക്ക് പൗച്ച് ചെയ്തെടുക്കാം. 2 മുട്ടയും സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ഒന്നിച്ചാണ് എടുക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ച് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ വൈറ്റ് എല്ലാം കൂടെ ഒരുപോലെ ആകും. നമ്മൾ പോച്ച് ചെയ്ത് കഴിഞ്ഞ് എടുക്കുന്ന മുട്ട വീണ്ടും നമുക്കത് വേണേൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർക്കാം. ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ മുട്ട നമുക്കിനിയും ഒരു കിഴുത്ത തവിയിൽ കോരിയെടുക്കാം. പോച്ച്ഡ് എഗ് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അതിലെ വെള്ളമെല്ലാം വാർന്നു പോയി കഴിയുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇനി ഞാൻ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റൂവിലേക്ക് വീണ്ടും ഇടുന്നത്. നമുക്കിനി സ്റ്റൂ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുള്ള ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വഴറ്റാനായിട്ടിടാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങയുടെ ഒരു 1.5 കപ്പ് 1-ാം പാലും എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് വേകുന്നതിന് വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോ വെന്തോന്ന് നോക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. നമുക്കിതിലേക്ക് പോച്ച്ഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം. ഈ എഗ്ഗിൻ്റെ മുകളിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന 1-ാം പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പേർക്കുള്ള സ്റ്റൂ ആണ് റെഡിയാക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്റ്റൂവിലേക്ക് നമുക്ക് ഒരു താളിപ്പും കൂടെ കൊടുക്കാം. പോച്ച്ഡ് എഗ് സ്റ്റൂവിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം.
ഞാൻ 1 ടീസ്പൂൺ നെയ്ക്കകത്ത് കറിവേപ്പിലയും ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പോച്ച്ഡ് എഗ് സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു മണം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.